ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്പ്പക്ക ഞാൻ ഉണ്ടാക്കിയതാണ്. കയ്പ്പക്ക അത് കുറച്ച് ആർക്കും കയ്പ്പക്ക വറവൊന്നും അത്ര ഇഷ്ടമല്ല. ഉപ്പേരി നമ്മുടെ നാട്ടിൽ വറവ് എന്ന് പറയും, ഓരോ നാട്ടിൽ ഉപ്പേരി എന്ന് പറയുക. അതൊന്നും എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ടാട്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് തൈരും ഉപ്പും കൂട്ടിയിട്ട് പെരക്കിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച്. ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ അതിലൂടെ നല്ലോണം ഉണങ്ങും. അതുപോലെ ഞാൻ നട്ട മഞ്ഞൾ കളച്ചു പുഴുങ്ങി വെയിൽ കൊള്ളിക്കുന്നതാണ്. അങ്ങനെ ഇതൊരു മാസത്തോളം നമ്മൾ വെയിൽ കൊള്ളിച്ച് ഉണക്കി എന്നിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കൽ കേട്ടോ. സ്ഥിരമായിട്ടുള്ള ഇതാണ് നമ്മൾ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വിൽക്കലാണ്, നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട്. അതേപോലെ മുളകും നമ്മൾ ഉണ്ടാക്കുന്നതന്നെയാണ്. നമ്മൾ പച്ചമുളകിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉണക്കും. ഇങ്ങനെ കുറേശ്ശെ കിട്ടുന്നതെല്ലാം മുളക് ഇങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ പൊടിയാക്കിയിട്ട് ഉപയോഗിക്കുക ചെയ്യൽ. ഞാൻ തക്കാളി വറുത്തതാണ് ഒന്ന് തിന്നാൻ വേണ്ടിയിട്ട്, വെറുതെ ഒന്നിരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ, നമുക്ക് വഴിയില്ല, ഞാൻ സ്കൂട്ടറിൽ സാധനം കൊണ്ട് കടത്തുന്നത്, നമ്മളെ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വഴിയില്ലാത്ത പ്രശ്നം ഇപ്പോൾ അതല്ല കേട്ടോ. നമ്മളെ വീടിൻ്റെ മുന്നിൽ വ്യക്തികളുടെ സ്ഥലമാണ് കേട്ടോ. 2.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിപ്പം വിൽപ്പനയ്ക്ക് വെച്ച് കുറച്ച് സ്ഥലം നമ്മൾ റോഡിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വരുന്ന റോഡാണിത്, ഇത് കാണുന്നത്. അതിലൂടെ വന്ന് ഇപ്പം അങ്ങനെ വന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ നമ്മളെ പിന്നെ ഒരുപാട് കഷ്ടപ്പാട് ഇട്ടിട്ടാണ് നമ്മൾ വീടുണ്ടാക്കിയത്. അത് സാധനം കടത്തിയിട്ടും അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റോഡ് കിട്ടുമെന്നും. പിന്നെ ഇത് വ്യക്തികളാ ഇങ്ങനെ പറമ്പ് ഇങ്ങനെ വിൽക്കപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. അവർ പെട്ടെന്ന് വെക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതൊരു ഉപകാരമായി. നമുക്കൊരു റോഡ് കിട്ടി, എത്ര പൈസ ആയാലും നമുക്കൊരു റോഡ് എല്ലാവർക്കും ഒരു അത്യാവശ്യമല്ലേ. പിന്നെ നമുക്കൊരു ഇടവഴി ഉണ്ട്, പിന്നെ അത് കുറച്ചാൾ തറക്കാണ് മേലത്തിൽ. അവർക്ക് റോഡ് തരാൻ താല്പര്യമില്ല. അതുകൊണ്ട് കുറച്ച് തർക്കത്തിൽ നിന്നുകൊണ്ട് പിന്നെ നമുക്ക് റോഡ് കിട്ടാണ്ടാണ്. അതൊന്നും നമ്മൾ പക്ഷെ പരിഗണിച്ചിട്ടില്ല. കാരണം അവർ റോഡ് തന്നിട്ടില്ലെങ്കിലും നമ്മൾ വീട് നല്ലൊരു വീടാക്കി നമ്മൾ കടത്തിയിട്ട് തന്നെ, അധികം പുറത്തുനിന്ന് പണിക്കുന്ന ആളെ കൂട്ടാണ്ട് നമ്മൾ തന്നെ, ഞാനും ഭർത്താവും എൻ്റെ അമ്മയെല്ലാം കൂടിയിട്ടാണ് കടത്തിയെല്ലാം വീടാക്കി നിന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അത്രയും നമുക്ക് ആവുള്ളൂ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടും കാര്യമെല്ലാം ഉണ്ട്, കുറച്ച് സ്ഥലം എടുക്കേണ്ട സാമ്പത്തികമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് റോഡ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ നമുക്ക് റോഡ് കിട്ടുന്നുള്ളത്. അങ്ങനെ എന്നാ പറയണ്ടേ, അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഒരു വീട്ടിലേക്കുള്ളൊരു റോഡ് എന്നുള്ളത് അത് നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുന്നു കേട്ടോ, റോഡ് കിട്ടിയ സന്തോഷം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുന്നെല്ലാം വൃത്തിയാക്കിയ ഒരു പറമ്പിലെല്ലാം വൃത്തിയാക്കിയൊരു വേസ്റ്റ് ഉണ്ട്, അവിടെ കൂട്ടിയിട്ട് അത് കത്തിക്കണം. അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ നോക്കിയാട്ടെ കുറേ വാഹനങ്ങളെല്ലാം വരാൻ തുടങ്ങി. ഇപ്പം നമ്മളെ മാറ്റങ്ങളെന്ന് വെച്ചാൽ വലിയൊരു മാറ്റം സംഭവിച്ചത്. പിടിക്കണം വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ മഞ്ഞൾ കിട്ടിനെ, 6-7 കിലോ കിട്ടീനി. ഉണക്കിയതിന് ശേഷം നമുക്ക് പുറത്ത് ഞാൻ ഒരു 5-6 കിലോ കൊടുക്കാനും പറ്റീനി. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ നട്ട സ്ഥലത്ത് ഈ സ്ഥലം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് JCB വന്നിരുന്നു. JCBൻ്റെ കോരി കുറേ, ഞാനന്ന് കല്യാണത്തിന് പോയിരുന്നു. JCB വരുന്ന ദിവസം ഞാൻ ഉണ്ടായിട്ടില്ല, ഹസ്ബൻഡും മോനെ ഉണ്ടായിട്ടില്ല. അവർ തേച്ചും വാരിനൊന്നും എനിക്കറിയില്ല. പിന്നെ JCBനോട് കോരിയിട്ട് കുറച്ചിങ്ങനെ ഇട്ടിന്, അതിൽ നിന്ന് കുറച്ച് പൊറുക്കിയെടുത്തതാണ് ഞാനിത്. കുറേ അധികം മണ്ണ് പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു തേച്ചൊന്നും എടുത്തിട്ടുണ്ടാവില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം മഞ്ഞൾ കുറച്ച് കുറവാണ്, കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയൊന്നും ഇല്ല. ഇത് കുറച്ച് വർഷമായി ഈ തെങ്ങിനൊന്നും പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ ഈ തെങ്ങിനെ കുലച്ചിട്ടൊന്നുമില്ല.
കൃഷി ഓഫീസിലെല്ലാം കൊണ്ട് കാണിച്ചു നോക്കാം. ഇതിന് എന്തെങ്കിലും വളമെല്ലാം ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല വിളവ് കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചു നോക്കണം കൃഷി ഓഫീസറോട്. കുട്ടി പറഞ്ഞതാ കുട്ടി JCB എല്ലാം വൃത്തിയാക്കിയ പറമ്പെല്ലാം വൃത്തിയാക്കിയ കുറച്ച് വേരുകളും മരത്തിൻ്റെതും പാഴ്ചെടികളുണ്ടും അതെല്ലാം ഞാൻ കത്തിക്കാൻ പോവാണ്. അത് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കേ കത്തിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. തൈ പോകുമ്പോൾ ഒരു വിഷമം ചൂട് തട്ടുമ്പോൾ തൈ പോയി പോകും. ചൂട് കുറച്ച് അടുത്തോ എൻ്റെ ഫോൺ അടിയുന്നുണ്ട്. നല്ല ചൂടാണ്. പുറം പൊള്ളുന്ന ഓടി രക്ഷപ്പെടാം. ഓടിക്കാം.